ഓക്കെ. അപ്പോൾ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് AI വെച്ചിട്ട് എങ്ങനെ പോസ്റ്റേഴ്സ് മേക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്, നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സെഷൻ വെക്കുന്നതിൻ്റെ കാരണം നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റിയെക്കുറിച്ച് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും. കേൾ ഫോർവേഡ് എന്നിട്ടുള്ള നമ്മുടെ ഒരു ചാനലുണ്ട്. അതായത് മലയാളത്തിൽ AI ആളുകൾക്ക് ലളിതമായിട്ട് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം. അപ്പോൾ നിരന്തരമായിട്ട് നമ്മൾക്ക് മെസ്സേജായിട്ടും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മൾക്ക് ആളുകൾ റിക്വസ്റ്റ് ചെയ്യുന്നതാണ് നമുക്കൊരു AIൻ്റെ സെഷൻസ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ, അപ്പോൾ അതൊന്നുകൂടി ഹെൽപ്ഫുൾ ആകും എന്നുള്ള രീതിയിൽ ആളുകൾ പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഫസ്റ്റ് സെഷൻ AI ഫോർ പോസ്റ്റർ മേക്കിംഗ് എന്നുള്ള ഈ ഒരു സെഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ള ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ അംഗങ്ങളാവണം. ഈ ഒരു കേൾ ഫോർവേഡിൻ്റെ അല്ലെങ്കിൽ ലാസ്റ്റ് സ്കൂളിൻ്റെ കമ്മ്യൂണിറ്റിയിൽ അംഗമാവണം. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള AI അപ്ഡേറ്റ്സുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യും. അപ്പോൾ മാക്സിമം നിങ്ങളതിൽ കമ്മ്യൂണിറ്റി അംഗങ്ങളാവാനും ശ്രമിക്കുക. അതാണ് ഒന്നാമതായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇനി നമ്മൾ നേരെ സെഷനിലേക്ക് പോവുകയാണ്. ആദ്യം തന്നെ നിങ്ങളോട് ക്ഷമ ചോദിക്കട്ടെ. നമ്മൾ മുമ്പ് 8:15 പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ചില സാങ്കേതിക തകരാറ് മൂലമാണ് നമ്മൾ സമയം മാറ്റിയത്. അതിൽ നിങ്ങളോട് ആദ്യം ക്ഷമ ചോദിക്കണം. അപ്പം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫസ്റ്റ് നമ്മൾ AI പോസ്റ്റർ മേക്കിങ്ങിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് പ്രോംപ്റ്റിംഗ് ആണ്. എത്ര ആളുകൾക്ക് പ്രോംപ്റ്റിങ്ങിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം? ജസ്റ്റ് യെസ് എന്ന് പറയുമോ? യെസ് എന്ന് കമൻറ്റിലൊന്ന് ഇടാമോ? ഐ നോ ദ പ്രോംപ്റ്റിംഗ് അറിയുന്ന പോലെയൊക്കെ ഓക്കെ, കുറച്ചൊക്കെ അറിയാം. ഓക്കെ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഫോണിലാണ് നിങ്ങൾക്ക് ഓരോ ആക്ടിവിറ്റീസ് ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി കൃത്യമായിട്ട് മനസ്സിലാകും എന്നുള്ളതുകൊണ്ടാണ്. പ്രോംപ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചാറ്റ് ബോട്ടുകളോട് സംവദിക്കുന്ന, നമ്മൾ ചാറ്റ് ബോട്ടുകളോട് പറയില്ല. ചാറ്റ് ബോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ജെമിനായി, ChatGPT, ഗ്രോക്ക്, അങ്ങനെ ഒരുപാട് ചാറ്റ് ബോട്ടുകളുണ്ട്. അപ്പോൾ അതിനോട് സംവദിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്കാണ് പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് നിർദ്ദേശം കൊടുക്കുകയാണെങ്കിൽ അതിനൊക്കെ നമ്മൾ പറയുന്ന പേരാണ് പ്രോംപ്റ്റ് എന്നുള്ളത്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതിൽ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതാണ് ജെമിനായി. ഈ ജെമിനായി വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ പോസ്റ്റർ മേക്ക് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എന്തുകൊണ്ടാണ് ജെമിനായി നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് പലപ്പോഴും പോസ്റ്റർ മേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ മലയാളത്തിലൊക്കെ അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത് കൂടുതലും ജെമിനായിലായതുകൊണ്ടാണ് നമ്മൾ ജെമിനി ഇവിടെ ഉപയോഗിക്കുന്നത്. ജെമിനായി എന്നും പറയാം, ജെമിനി എന്നും പറയാം. പല ആളുകളും പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേണ്ട. അപ്പോൾ ഞാൻ ഇവിടെ ജെമിനായി എന്നുള്ള ആപ്പ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജെമിനായി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താ വെച്ചാൽ, ഒരു ബർഗറിൻ്റെ ഒരു പിക്ചർ മേക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. Can you make an image of a burger? ബർഗറിൻ്റെ ഒരു ഇമേജ് നിർമ്മിച്ചു തരുമോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ശ്രമിക്കുന്നത് എന്താ വെച്ചാൽ, പ്രോംപ്റ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം നമ്മൾ ഏത് ചാറ്റ് ബോട്ടുകളോടും നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് പ്രോംപ്റ്റിങ് എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ ഇമേജസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുത്തു. ഇനി ഞാനിവിടെ ഒരു പ്രോംപ്റ്റ് കൊടുത്തു, ബർഗറിൻ്റെ ഒരു പിക്ചർ നിർമ്മിച്ചു തരുമോ എന്നുള്ളതാണ്. ഓക്കെ, ChatGPT is your favorite. ഓരോരുത്തർക്കും ഓരോ ഫേവറേറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ ഒരു ചാറ്റ് ബോട്ട് ജെമിനായി നമ്മൾക്ക് ഒരു ബർഗറിൻ്റെ ഒരു റാൻഡം ആയിട്ടുള്ള ഇമേജ് ക്രിയേറ്റ് ചെയ്ത് തരികയാണ്. ഇനി അതേ സ്ഥാനത്ത് ഞാൻ അതിന് ശേഷം നമുക്ക് റിസൾട്ട് കിട്ടിയതിന് ശേഷം മറ്റൊരു പ്രോംപ്റ്റ് കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു പ്രോംപ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യട്ടെ. ഓക്കെ, ഈ ഒരു പ്രോംപ്റ്റ് ഞാൻ കോപ്പി ചെയ്യുന്നു. സെലക്ട് ഓൾ, കോപ്പി. ഓക്കെ, നമ്മൾക്കൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുമ്പോൾ നമ്മൾക്ക് എങ്ങനെ റിസൾട്ട് വരുന്നുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ റിസൾട്ട് നമുക്ക് നോക്കിയേക്കാം. അപ്പം ഞാൻ എന്താണ് ഇവിടെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് വെച്ചാൽ, നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിങ് നമ്മൾ കിട്ടുന്ന റിസൾട്ടിനെ ബാധിക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളോട് ഓടി വന്നിട്ട് ഒരാൾ വന്ന് പറഞ്ഞു, എടാ എനിക്കൊരു ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സമയത്ത് നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. എവിടേക്ക് ടിക്കറ്റ്, ഏത് സമയത്ത്, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും.
പലപ്പോഴും നമ്മൾ ചാറ്റ് ബോട്ടുകളുമായിട്ട് സംവദിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നവും ഇതാണ്. ആ ചാറ്റ് ബോട്ടിന് കൺഫ്യൂഷനാണ്. നമ്മളെന്താ പറയുക, ക്യാൻ യു മേക്ക് എ പോസ്റ്റർ, ക്യാൻ യു മേക്ക് എ ലെറ്റർ എന്നുള്ള രീതിയിലാണ് നമ്മളോട് പലപ്പോഴും എന്ത് ചെയ്യുക, ചാറ്റ് ബോട്ടുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുക. അപ്പോൾ നമ്മളുടെ പ്രോംപ്റ്റ് മാക്സിമം മറ്റൊരാളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന രീതിയിൽ ചാറ്റ് ബോട്ടിനെ കണക്കാക്കുക. അപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ട് നമ്മൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതാണ് നിങ്ങൾ ഒന്നാമതായിട്ട് പ്രോംപ്റ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ആദ്യം ഒരു റാൻഡം ആയിട്ടുള്ള പിക്ചർ ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒന്നുകൂടി വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റിയിലുള്ള പിക്ചർ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. മലയാളത്തിൽ പ്രോംപ്റ്റ് എഴുതാൻ പറ്റുമോ ചോദിച്ചാൽ മലയാളത്തിലും പ്രോംപ്റ്റ് എഴുതാൻ പറ്റും. ഈ ഒരു സെഷൻ്റെ ലാസ്റ്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് ഇനി ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് ടൈപ്പ് ചെയ്യാതെ എങ്ങനെ പ്രോംപ്റ്റ് ചെയ്യാം എന്നുള്ളത് കൂടി ഞാൻ നിങ്ങൾക്ക് ഈ സെഷനിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എല്ലാം കവർ ചെയ്യും. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോംപ്റ്റിൽ നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. ഇതാണ്, ഞാൻ മറ്റൊരാളോട് സംവദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഞാൻ പറയുന്നത് മുഴുവൻ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. അപ്പോൾ ചാറ്റ് ബോട്ടുകളോട് നിങ്ങളൊരു കാര്യം പറയുമ്പോൾ ആ ചാറ്റ് ബോട്ട് ഒരാളായിട്ട് കണക്കാക്കുക, അദ്ദേഹത്തിനൊക്കെ മനസ്സിലായി എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഇനി ആദ്യ ഘട്ടത്തിലേക്ക് പോവുകയാണ്. AI വെച്ചിട്ട് പോസ്റ്റർ മേക്ക് ചെയ്യുന്നത്. നമ്മൾക്ക് പല ആവശ്യങ്ങൾക്കും നമ്മൾ പോസ്റ്റർ മേക്ക് ചെയ്യേണ്ടതുണ്ടാവും. ചിലപ്പോൾ തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാനുണ്ടാവും. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മുടെ ചാനലിൻ്റെ ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ തമ്പനെയിൽ മേക്ക് ചെയ്യുന്നത് ഈ ചാറ്റ് ബോട്ടുകൾ ജെമിനി വെച്ചിട്ടാണ് നമ്മൾ തമ്പനെയിൽ മേക്ക് ചെയ്യുന്നത്. കാരണം നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിനേക്കാൾ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് തമ്പനെയിൽ ഡിസൈൻ ഇത് നിർമ്മിച്ച് തരുന്നുണ്ട്. ഇതേപോലെ നിങ്ങളുടെ പല ആവശ്യങ്ങളുണ്ടാവും. തമ്പനെയിൽ ഉണ്ടാവും, നിങ്ങളുടെ കോളേജിൽ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടുത്തെ ഒരു ഇവൻറ്റ് പോസ്റ്റേഴ്സ് ഉണ്ടാവും, നാട്ടിലെ ക്ലബിൻ്റെ പരിപാടികളുണ്ടാവും, വീട്ടിലെ ഫങ്ഷൻസ് ഉണ്ടാവും. അങ്ങനെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് പോസ്റ്റേഴ്സോ അല്ലെങ്കിൽ പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലിമിറ്റ് ചെയ്യേണ്ട. നമ്മളുടെ പല റിക്വയർമെൻറ്റ്സിനായിട്ട് കളർഫുൾ ആയിട്ടുള്ള വിഷ്വൽ എലമെൻറ്റുകൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ടൂളാണ് ഈ ജെമിനിയുടെ ഇമേജ് ക്രിയേഷൻ. ഇത് ജെമിനി എന്ന് ഞാനിവിടെ കൂടുതൽ എടുത്ത് പറയുന്നത് ഇതിലാണ് മലയാളത്തിൽ ഒന്നും കൂടി അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ChatGPT പിറകിലാണ് എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയൻറ്റ് ഏതാണ് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ക്യാൻ യു ലിമിറ്റേഷൻസ് ഉണ്ടോ? അതായത് ചില സമയത്ത് ഇപ്പോൾ ജെമിനിയിൽ തന്നെ മലയാളത്തിൽ പോസ്റ്റേഴ്സ് മേക്ക് ചെയ്യുമ്പോൾ സ്പെല്ലിങ്ങിൽ അല്ലെങ്കിൽ അതിൻ്റെ ഫോണ്ടുകളിലൊക്കെ ചില ഇഷ്യൂസ് ഉണ്ട്. അത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ജെമിനിയിൽ ഒന്നും കൂടി അക്യുറേറ്റ് ആയിട്ട് കിട്ടുന്നു എന്നുള്ളതുകൊണ്ടാണ് ജെമിനി പ്രിഫർ ചെയ്ത്. നിങ്ങൾക്ക് ഏത് പ്രിഫർ ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, നിങ്ങൾക്ക് ഏതാ റിസൾട്ട് കിട്ടുന്നത് അത് നിങ്ങൾ ചൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യത്തെ പോസ്റ്റർ മേക്ക് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ എങ്ങനെ പോസ്റ്റർ മേക്ക് ചെയ്യാം എന്നുള്ളത് ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഞാൻ ജെമിനിൻ്റെ ആപ്പാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ജെമിനിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ ഇമേജ് ക്രിയേഷൻ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പ്ലസ് ബട്ടൺ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഈ ഒരു പ്ലസ് ബട്ടൺ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ് കാണുന്നു. ഓക്കെ, ഈ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജസ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ക്രിയേറ്റ് ആൻഡ് എഡിറ്റ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഏത് പോസ്റ്ററും നമ്മൾ നിർമ്മിക്കുന്നത്, ഏത് ഇമേജും നമ്മൾ നിർമ്മിക്കുന്നത്. പോസ്റ്റർ മാത്രമല്ല, ഇമേജ് ടൈപ്പ് എന്ത് നിർമ്മിക്കണമെങ്കിലും നിങ്ങൾ ആ ഒരു ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ പോസ്റ്ററിൻ്റെ കണ്ടൻറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഡിഫോൾട്ടായിട്ട് ചെറിയൊരു കണ്ടൻറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, AI പോസ്റ്റർ മേക്കിംഗ്. ഓക്കെ, ആദ്യം ഞാൻ ചെറിയൊരു ബാനറാണ്. ഓക്കെ, അത് ഞാനിവിടെ ജസ്റ്റ് കോപ്പി ചെയ്തു. അപ്പോൾ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു പോസ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കണ്ടൻറ്റുകളൊക്കെ ടൈപ്പ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അതൊക്കെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ട് പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഞാൻ ജസ്റ്റ് വായിച്ചു തരാം. ഗോൾഡൻ സ്കൂൾ, ഒരു സ്ഥലം ചങ്ങനാശ്ശേരി. ഓക്കെ, റാൻഡായിട്ട് ഉണ്ടാക്കിയതാട്ടോ കണ്ടൻറ്റ്, നിങ്ങൾ നോക്കണ്ട. കോഴിക്കോട്ടെ ഏറ്റവും മികച്ച പ്രീ സ്കൂൾ, ഇനി ഏറ്റവും കുറഞ്ഞ ഫീസിൽ 2026-27 അഡ്മിഷൻ ഓപ്പൺ, എൻറോൾ നൗ, ഏജ് 2 to 4 ഇയേഴ്സ്, പ്ലേ സ്കൂൾ അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് അഡീഷണൽ പ്രോംപ്റ്റ് കൊടുക്കാം. മാക്സിമം നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പ്രോംപ്റ്റ് കൊടുക്കുക. അപ്പോൾ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ ഞാൻ ഒരു കാര്യം നേരത്തെ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, അതിതാണ്. ഇപ്പോൾ നിങ്ങളൊരു പ്രോംപ്റ്റ് ഇവിടെ കൊടുക്കുമ്പോൾ പറയാം, മേക്ക് എ ഡിസൈൻ,
ചില ആളുകൾക്ക് ഉണ്ടാവും മലയാളത്തിൽ ഇത് പ്രോംപ്റ്റ് കൊടുക്കാൻ പറ്റൂലേ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ കൊടുക്കാം, യാതൊരു പ്രശ്നവുമില്ല. രണ്ടിനും നിങ്ങൾക്ക് എന്ത് ചെയ്യും, അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. ഓക്കെ, മലയാളത്തിലും ഇംഗ്ലീഷിലൊന്നും കൊടുത്താൽ കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ പ്രോംപ്റ്റ് കൊടുക്കുക, മേക്ക് എ കളർഫുൾ പ്രൊഫഷണൽ ഡിസൈൻഡ് ഡിസൈൻ. മനസ്സിലായോ? പ്രോംപ്റ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ഇതാണ്. ഇപ്പോൾ നിങ്ങൾ ഇതിനോട് പറയാണ് ഒരു പ്രൊഫഷണൽ ഡിസൈനർ ഡിസൈൻ ചെയ്യുന്ന അതേപോലെ നീ ഡിസൈൻ ചെയ്യണം എന്ന് പ്രോംപ്റ്റിൽ കൊടുത്താൽ അത് നമ്മളുടെ പോസ്റ്ററിൽ മാറ്റം ഉണ്ടാവും. അതാണ് പ്രോംപ്റ്റിൽ എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ലളിതമായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾക്ക് ഒരു ടീച്ചറെ പഠിക്കണം എന്ന് വിചാരിക്കും ഒരു സ്റ്റുഡൻറ്റിന്. അപ്പോൾ ആ സ്റ്റുഡൻറ്റ് പറഞ്ഞു, ക്യാൻ യു മേക്ക് ആൻ അസൈൻമെൻറ്റ്, നിനക്ക് എനിക്കൊരു അസൈൻമെൻറ്റ് എഴുതി തരാൻ പറ്റുമോ? ആ അസൈൻമെൻറ്റ് ടീച്ചർ കണ്ടു കഴിഞ്ഞാലും ഞാൻ എഴുതിയതുപോലെ നീ എഴുതണം. അപ്പോൾ ചെറുതായിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വേണം, ഗ്രാമർ മിസ്റ്റേക്ക് വേണം എന്ന് പ്രോംപ്റ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ എന്ത് ചെയ്യും, അത് അസൈൻമെൻറ്റ് എഴുതി തരും. അപ്പോൾ ഇവിടെ ഇത് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് പ്രോംപ്റ്റിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കൂട്ടാം. നമ്മൾ ഇതൊന്നും കൊടുക്കുന്നില്ല, സിമ്പിളായിട്ട് നമ്മുടെ കണ്ടൻറ്റ് മാത്രം കൊടുത്തു. പിന്നെ ഇവിടെ പ്ലസ്സിൽ പോയിട്ട് ഇമേജ് ക്രിയേഷൻ എന്നുള്ള ഓപ്ഷനും നമ്മൾ ചൂസ് ചെയ്തു. ഇനി നമ്മൾ എൻട്രി കൊടുക്കുകയാണ്, നമുക്ക് ഇതിൻ്റെ റിസൾട്ട് നോക്കി വെക്കാം. ഓക്കെ, ജസ്റ്റ് വെയിറ്റ്. ഫോണ്ട്, കളർ, ടൈപ്പോഗ്രഫി ഒക്കെ കൊണ്ടുവരാമല്ലോ. അതൊക്കെ ഞാൻ തൊട്ട് ഇതിന് ശേഷം നിങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. നമ്മൾ ഈ ഒരു സെഷനിൽ ഏകദേശം നിങ്ങൾക്ക് പോസ്റ്റർ മേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് റിസൾട്ട് വരുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് 1 more minute. ഓക്കെ, we are going to get the result. See, we got a result. നിങ്ങൾക്ക് കാണുന്നില്ലേ എങ്ങനെയുണ്ട് ഈ ഒരു പോസ്റ്റർ? കോഴിക്കോട്ടെ ഏറ്റവും മികച്ച പ്രീ സ്കൂൾ ഇനി ഏറ്റവും കുറഞ്ഞ ഫീസിൽ. മേക്ക് യുവർ കമൻസിൽ പറ എങ്ങനെയുണ്ട് ഈ ഒരു പോസ്റ്റർ, നന്നായിട്ടുണ്ടോ? നൈസ്, സൂപ്പർ, യാ അതന്നെ. അതായത് ഇവിടെ ഞാൻ എക്സ്ട്രാ ഒരു പ്രോംപ്റ്റും കൊടുത്തിട്ടില്ല. ലളിതമായിട്ട് എന്താണോ ആ കണ്ടന്റ് വരേണ്ടത് അത് മാത്രമേ ഉള്ളൂ ഞാനിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആരാണ് ഇങ്ങനെ ഡ്രോ ചെയ്യുന്നത്? 1 minute. ഓക്കെ, ഇപ്പോൾ പ്രശ്നം തീർന്നിട്ടുണ്ടാവും. നമ്മൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അടുത്തൊരു ഡൗട്ട് ഉണ്ടാവുന്ന ഒന്നാമത്തെ ഡൗട്ടാണ്, നമുക്ക് സൈസ് മാറ്റണം. ഇപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഒരു വീതിയിലുള്ള സൈസാണ് കിട്ടിയിട്ടുള്ളത്, നമുക്ക് സൈസ് മാറ്റണം, വാട്സപ്പിൽ ഷെയർ ചെയ്യേണ്ട സൈസ് വേണം. അപ്പോൾ അതൊക്കെ നമ്മൾക്ക് ഇവിടെ അഡീഷണൽ പ്രോംപ്റ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അഡീഷണൽ പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ മലയാളത്തിലാട്ടോ പ്രോംപ്റ്റ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മലയാളത്തിൽ കൊടുത്താൽ റിസൾട്ട് കിട്ടുമെന്ന് സംശയം ഉണ്ടാവും. ഇതിൻ്റെ സൈസ്, ഓക്കെ, ഇതിൻ്റെ സൈസ് നമ്മൾക്ക് 1080 പിക്സൽ ടു, നിങ്ങൾക്ക് ഇനി ഇത് അറിയില്ലെങ്കിൽ വാട്സപ്പ് സൈസ്, ഇൻസ്റ്റഗ്രാം സൈസ് എന്ന് സിമ്പിളായിട്ട് കൊടുത്താൽ മതി. 1080 പിക്സൽ ടു 1500. ഓക്കെ, ജസ്റ്റ് റാൻഡം ഒരു സൈസിലേക്ക് മാറ്റി തന്നു. മാറ്റുക. ഓക്കെ, മാറ്റുക. നമ്മളൊരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടുന്ന നോക്കി വെക്കാം. ഓക്കെ, ഡ്രോ ഓപ്ഷൻ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പം മുഴുവനായിട്ട് ഡ്രോ ഓപ്ഷൻസ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ഓൾ ഡ്രോവിങ്സ്. ഓക്കെ, ദയവ് ഇത് ആരും ഡ്രോ ചെയ്യേ. ഓക്കെ, ഓക്കെ, നിങ്ങൾക്ക് റിസൾട്ട് കാണുന്നുണ്ടാവും, റിസൾട്ട് വരുന്നുണ്ട്. ഏകദേശം 1 more minute, ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ നമ്മൾ നേരത്തെ കൊടുത്ത ആ ഒരു ഡിസൈനിൻ്റെ വീണ്ടും റീഡിസൈൻ ചെയ്തു തരും. അപ്പോൾ നമുക്ക് ഏത് സൈസിലേക്കും നമ്മുടെ ഡിസൈനിനെ കൊണ്ടുപോകാം. നമ്മൾക്ക് നേരത്തെ ഈ ഒരു സൈസിനായിരുന്നു നമ്മുടെ പോസ്റ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾക്ക് റിസൾട്ട് കിട്ടിയത് ഇത്തരത്തിലാണ്. ഇതെങ്ങനെയുണ്ട്? മനോഹരമായിട്ടില്ലേ? ഞാൻ ഇവിടെ ഒരു ഇമേജും കൊടുത്തിട്ടില്ല, ഞാൻ സിമ്പിളായിട്ട് പ്രോംപ്റ്റ് മാത്രമേ ഉള്ളൂ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായോ? ഇനി ഇതേപോലെ നിങ്ങൾക്ക് അടുത്തൊരു ഡൗട്ട് ഉണ്ടാവും. ഇപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് മാറ്റണം. ഓക്കെ, ഇപ്പോൾ കുറഞ്ഞ ഫീസിൽ എന്നുള്ളത് നമുക്ക് കൂടുതൽ ഫീസിൽ എന്നാക്കണം, അത് വേണ്ട. അല്ലെങ്കിൽ നമുക്ക് വേറൊരു സാധനം കോഴിക്കോട്ടെ എന്നുള്ളത് നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അതും നമ്മൾക്ക് ഇവിടെ അഡീഷണൽ പ്രോംപ്റ്റ് കൊടുക്കാം. അതായത് നമ്മൾ ഇതിൽ കിട്ടിയ ഏത് ടെക്സ്റ്റും നമ്മൾക്ക് അഡീഷണൽ പ്രോംപ്റ്റ് കൊടുത്താൽ മതി. ഓക്കെ, ചേഞ്ച്. ഓക്കെ, ഒരു മിനിറ്റ്, നമുക്ക് അടുത്തൊരു പ്രോംപ്റ്റ് കൊടുക്കാം. വെയിറ്റ്. ചേഞ്ച് ദ കോഴിക്കോട്
കോഴിക്കോട് എന്നുള്ളത് കോഴിക്കോട് ടു കണ്ണൂർ. കോഴിക്കോട് എന്നുള്ളത് കണ്ണൂർ എന്ന് നമ്മൾ ആക്കാൻ പറഞ്ഞു. നമുക്ക് റിസൾട്ട് നോക്കി വെക്കാം. അപ്പോൾ അതായത് ഈ ഒരു മുകളിൽ കിട്ടിയ ഇമേജിൽ നിങ്ങൾക്ക് അഡീഷണൽ എന്ത് റിസൾട്ട്, എന്ത് മാറ്റം വരുത്തണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, സിമ്പിൾ പ്രോംപ്റ്റ് കൊടുത്താൽ മതി. ഇതിൻ്റെ കളറ് മാറ്റണം, ഇതിൻ്റെ ഫോണ്ട് മാറ്റണം, ഇതിൻ്റെ ടെക്സ്റ്റ് മാറ്റണം, അതൊക്കെ നിങ്ങൾ സിമ്പിളായിട്ട് എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ പ്രോംപ്റ്റിൽ കൊടുത്താൽ മതി. ഓക്കെ, ഈ സെക്ഷൻ എത്ര സമയമുണ്ട്? കുറച്ച് നേരം കൂടിയുള്ള ഉണ്ടാവുക. നമ്മൾ ഫാസ്റ്റായിട്ട് തന്നെയാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഇനി ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചിലപ്പോൾ ഇതിൻ്റെ ടൈപ്പോഗ്രഫിയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇതിന് അഡീഷണൽ പ്രോംപ്റ്റ് കൊടുത്താൽ മതി. നീ പറഞ്ഞു തന്നതിൽ എന്ത് ചെയ്യേണ്ടത്, മിസ്റ്റേക്ക് ഉണ്ട്, ഫോണ്ട് ഒന്നുകൂടി കറക്റ്റ് ചെയ്ത് തരണമെന്ന് നിങ്ങൾ അഡീഷണൽ പ്രോംപ്റ്റ് കൊടുത്താൽ മതി. കോഴിക്കോട് എന്നുള്ളത് എന്ത് ചെയ്തു, കണ്ണൂർ എന്ന് വാങ്ങിച്ചു തന്നു. നമ്മൾ കോഴിക്കോട്ടെ എന്നുള്ളതായിരുന്നു, അത് ഫുള്ളായിട്ട് കൊടുക്കാൻ നമ്മുടെ പ്രോംപ്റ്റിങ്ങിലുള്ള മിസ്റ്റേക്ക് ആയതുകൊണ്ടാണ്. ഓക്കെ, വി ഗോട്ട് ദ റിസൾട്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പോസ്റ്ററിൽ എന്ത് മാറ്റവും നമുക്ക് സിമ്പിളായിട്ട് പ്രോംപ്റ്റ് കൊടുത്തിട്ട് മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് ജെമിനൈയുടെയും അല്ലെങ്കിൽ ChatGPTയിലേക്കുള്ള പോസ്റ്റർ ഡിസൈനിങ്ങിൻ്റെ പ്രത്യേകത. ഇനി നിങ്ങൾക്ക് ഇതിൽ ലോഗോ അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഇവിടെ അറ്റാച്ച് ചെയ്യാം. അതേപോലെ എന്ത് മാറ്റവും നിങ്ങൾക്ക് സിമ്പിളായിട്ട് പ്രോംപ്റ്റ് കൊടുത്ത് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഇതേപോലെ നമുക്ക് റാൻഡമായിട്ട് 2 പോസ്റ്റേഴ്സ് കൂടി നിർമ്മിച്ച് നോക്കാം. ഇനി തുടക്കം മുതലേ സെഷനിൽ ഇല്ലാത്തവർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഇനി ഇവിടെ ഞാൻ അഡീഷണൽ വേറൊരു പോസ്റ്ററിൻ്റെ ടെക്സ്റ്റ് മാത്രം ഒന്ന് കോപ്പി ചെയ്യാണ്. ഓക്കെ, സെലക്ട് ചെയ്തു. ഓക്കെ, കോപ്പി ചെയ്തു. ഇനി ഞാനിവിടെ കൊടുത്തിട്ട് ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ജെമിനി ഓപ്പൺ ചെയ്തു ശേഷം ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. അതിൽ ഇമേജസ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇമേജസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു ശേഷം ഞാൻ എന്ത് ചെയ്തു, ആ ഒരു പ്രോംപ്റ്റ് ഇവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്തു, സിമ്പിളായിട്ട് എൻ്റർ കൊടുത്തു. ഇനി നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അഡീഷണൽ പ്രോംപ്റ്റിങ്ങിൽ ഇൻഫർമേഷൻസ് കൊടുത്താൽ അത് അതേ രീതിയിൽ പ്രവർത്തിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നിങ്ങളുടെ സ്കൂളിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിനോ ഒരു കളർ കോഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമേജ് കൂടി ഇവിടെ അറ്റാച്ച് ചെയ്യാം. എന്നിട്ട് പറയാം ഈ ഒരു കളർ കോഡിൽ തന്നെ ഈ പോസ്റ്റർ മേക്ക് ചെയ്ത് തരണം എന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയാം. ലോഗോ അറ്റാച്ച് എങ്ങനെയാണെന്നുള്ളത്, ലോഗോ അറ്റാച്ച് ചെയ്യാൻ നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഇമേജ് ഫോട്ടോസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണുന്നുണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഗാലറി പോയിട്ട് എന്ത് ലോഗോ ആണോ അറ്റാച്ച് ചെയ്യാനുള്ളത് അത് ഇവിടെ നിന്ന് അറ്റാച്ച് ചെയ്താൽ മതി. അതും ഇവിടെ ആഡ് ചെയ്ത് തരും. ഓക്കെ, കരിയർ സെറ്റ് ആവാൻ വെറും 6 മാസം മതി. നമ്മൾക്കൊരു വളരെ കളർഫുൾ ആയിട്ടുള്ള ഡിസൈന് നിർമ്മിച്ച് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു കൺഫ്യൂഷൻ ഉണ്ടാവുക, ഇത് ഫ്രീ വേർഷനിൽ അവൈലബിൾ ആണോ എന്നുള്ളതാണ്. ഇത് ഫ്രീ വേർഷനിലും അവൈലബിൾ ആണ്, പെയ്ഡ് വേർഷനിലും അവൈലബിൾ ആണ്. പക്ഷേ പെയ്ഡ് വേർഷനിലാണ് ഒന്നും കൂടി നല്ല റിസൾട്ട് കിട്ടുന്നത് എന്നുള്ളതുണ്ട്. ജിയോ യൂസേഴ്സിന് 1 ഇയർ അല്ലെ, ജിയോ യൂസേഴ്സിന് ഫ്രീ ആയിട്ട് പ്രോ വേർഷൻസ് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ KL Forward എന്ന ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും നമ്മുടെ ചാനലിൻ്റെ ലിങ്കും അതേപോലെ തന്നെ ജിയോ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ജിയോ യൂസേഴ്സിന് എങ്ങനെ പ്രോ വേർഷൻ ഉപയോഗിക്കാം എന്നുള്ള ലിങ്കും ഞാൻ ഗ്രൂപ്പിലിടാം. അപ്പോൾ നിങ്ങൾക്ക് അതേപോലെ ചെയ്യാൻ സാധിക്കും. വി ഗോട്ട് ദ റിസൾട്ട്. ഇനി ഇതിൽ എന്ത് മാറ്റവും നമുക്ക് വരുത്താം. ഇതേപോലെ അടുത്തൊരു പോസ്റ്റർ കൂടി ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതൊരു ഹോട്ടൽ പോസ്റ്ററാണ്. ഈദ് സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്ററാണ്. ഇവിടെ ഒരുപാട് വ്യത്യസ്ത പാക്കേജ് ഫുഡുകളുണ്ട്, അതിൻ്റെ പ്രൈസിങ് ഉണ്ട്, കോംബോ പാക്കുകളുണ്ട്. ഓക്കെ, അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തു. ഓക്കെ, അതൊക്കെ ഞാൻ മുഴുവനായിട്ട് കോപ്പി ചെയ്തു. ഇനി ഞാൻ പുതിയൊരു ചാറ്റ് ഓപ്പൺ ചെയ്തു, സെയിം ഫംഗ്ഷൻ ചൂസ് ചെയ്തു, ഇമേജസ് എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ ചൂസ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ നേരത്തെ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ച ആ ഒരു ടെക്സ്റ്റ്, ഇതിലൊന്നുമില്ല കേട്ടോ, നിങ്ങൾ പ്രോംപ്റ്റ് ഞാൻ വളരെ സെറ്റപ്പായിട്ട് കൊടുക്കുന്നുണ്ട് എന്നൊന്നും വിചാരിക്കേണ്ട. ആ ഒരു പ്രോംപ്റ്റിൽ ആ ഒരു പോസ്റ്ററിൽ വരേണ്ട കാര്യം മാത്രമേ ഉള്ളൂ ഞാൻ എന്ത് ചെയ്യുന്നത് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെയൊക്കെ റാൻഡം എക്സാമ്പിൾസ് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഏത് ഫുഡ് വെയറിൻ്റെ ആളുകളാവട്ടെ, ചെറിയ ബിസിനസ്സുകാരാവട്ടെ, ടീച്ചേഴ്സ് ആവട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ കടയുടെ ഷോപ്പിൻ്റെ ഒക്കെ പോസ്റ്റേഴ്സ് ഒരു ചിലവും ഇല്ലാതെ നിങ്ങൾക്ക് അതിൻ്റെ സഹായത്തോടെ നിർമ്മിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമുക്ക് ഇത്രയും ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുമ്പോൾ നമ്മളത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. നമ്മൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. 3ാമത് നമ്മളൊരു പോസ്റ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ റിസൾട്ട് വന്ന
ഈദ് സ്പെഷ്യൽ ലാമൂൺ കിച്ചൺ കാറ്ററിംഗ് ഔട്ട്ലെറ്റ്. സി നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് റിസൾട്ട് കാണുന്നില്ലേ? എന്താണ് എല്ലാവരും മിണ്ടാതിരിക്കുന്നത്? കാണുന്നില്ലേ? സേ എസ്. കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എസ് പറയുമോ? യെസ്, കാണുന്നുണ്ട്. ഈ ഒരു ഡിസൈൻസ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റൂലേ? ഇപ്പം നിങ്ങൾ ഏത് പ്രൊഫഷണലുള്ള ആളുകൾക്കാണെങ്കിലും നിങ്ങൾക്കിത് ഉപയോഗപ്പെടുത്താൻ സാധിക്കൂലേ? പറ്റും. ഓക്കെ, അങ്ങനെയൊന്നുമില്ല. നമ്മൾ പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന പ്രൊഫഷണൽ ഡിസൈനേഴ്സിന് അവരുടേതായ ഒരു പ്രൊഫഷണലിസം ഉണ്ട്. നമ്മൾ AI കൊണ്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായ ലിമിറ്റ് ഉണ്ട്. എല്ലാത്തിനും അതിൻ്റേതായ കുറവുകളും കൂടുതലും ഉണ്ട്. നമ്മളിത് AI ഇതിൻ്റെ ജോബ് കളയോ എന്നതിൻ്റെ അപ്പുറത്ത് നമുക്കിത് ഉപകാരമുണ്ട്, അപ്പോൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളൂ. ആ രീതിയിൽ മാത്രം ഇതിനൊക്കെ കണ്ടാൽ മതി. നമ്മളിതൊക്കെ ഉപയോഗപ്പെടുത്താൻ മാക്സിമം ശ്രമിക്കാം. ഓക്കെ ഓക്കെ അല്ലേ? അപ്പം ഇതേപോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഇതാണ്. ഈ ഇമേജ് വെച്ചിട്ട് നമ്മൾക്ക് ഇതിലെന്ത് മാറ്റവും വരുത്താൻ സാധിക്കും. ഇനി അതേപോലെ തന്നെ വേറൊരാൾ ഇവിടെ രശ്മി എന്നൊരാൾ ചോദിച്ചതാണ്, ഇത് വെച്ചിട്ട് നമ്മൾക്ക് വീഡിയോയും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് അത് ചെയ്യണമെങ്കിൽ അതിനും നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇതിൽ ഈ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ വീഡിയോസ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് വെച്ചിട്ട് നിങ്ങൾ ആ പോസ്റ്റർ കൂടി അറ്റാച്ച് ചെയ്തിട്ട് വരാം. ക്യാൻ യു മേക്ക് എ മോഷൻ, ഇതിനൊരു മോഷൻ കൊടുക്കാൻ പറ്റുമെന്ന് സിമ്പിൾ പ്രോംപ്റ്റ് കൊടുത്താൽ അതും ഇത് ചെയ്തു തരും. ഇൻ കേസ് നിങ്ങൾക്ക് ചിലപ്പോൾ ഫ്രീ വേർഷനിൽ വീഡിയോ ക്രിയേഷൻ്റെ ഫങ്ഷൻ കാണില്ലെങ്കിൽ ഗൂഗിൾ വിഡ്സ് എന്നുള്ള ഒരു ടൂൾ വെച്ചിട്ട് നമുക്ക് വീഡിയോ ക്രിയേഷൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ലിങ്കും കൂടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതേ പ്രകാരം നിങ്ങൾക്ക് A to Z കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, പോസ്റ്റർ മേക്കിങ്ങിൽ ചെയ്യാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞാൽ ഈസിയാണ്. കുറേ ആളുകൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. +2 റിസൾട്ട് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. +2 റിസൾട്ടിൻ്റെ ബാനർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ ക്ലാസ്സിൻ്റെ റെക്കോർഡ് നമ്മുടെ ചാനലിലുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, ഇപ്പോൾ നമ്മൾക്കിത് ഒരു ഓൺലൈൻ സെഷൻ ആയതുകൊണ്ട് നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. AI വെച്ചിട്ട് പോസ്റ്റേഴ്സ് മേക്ക് ചെയ്യുന്ന ഒരു കോഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഗ്രൂപ്പിലിടാം. അത് നമ്മളെന്താ വെച്ചാൽ ആ ഒരു കോഴ്സിൽ ഈ സെയിം AI വെച്ചിട്ട് പോസ്റ്റർ വയ്ക്കണം ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി എന്ത് ചെയ്യാം, അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ടുകൾ അല്ലെങ്കിൽ വളരെ സാവധാനത്തോടെ നിങ്ങളുടെ ടൈം എടുത്ത് നിങ്ങൾക്ക് ആ സെഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് AI പോസ്റ്റർ മേക്കിൻ്റെ ഒരു കോഴ്സും നമ്മളിവിടെ താഴെ ഗ്രൂപ്പിൽ പറയുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് ആ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ക്വിക്കായിട്ട് 1-2 ചോദ്യങ്ങൾക്ക് ആൻസർ പറയുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ക്വിക്കായിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾ ക്വിക്കായിട്ട് ചോദ്യം ചോദിക്കാം. ഫോട്ടോ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ തന്നെയാണ് കേട്ടോ ഇതിൽ കിട്ടുന്നത്. മുമ്പ് ഇത്ര ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ക്ലാരിറ്റിയിൽ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ചോദ്യം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്യാം. എനിബഡി ഹാവ് എ ക്വസ്റ്റ്യൻ? മോഷൻസ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒറ്റ ക്വിക്കായിട്ട് അല്ല, ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് അയച്ചു തന്നാൽ പോരെ? ഓക്കെ, നമ്മൾ വീഡിയോ ചെയ്ത ഒരു വീഡിയോ ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് കാണാൻ പറ്റും. മലയാളം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നിങ്ങളിൽ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഫ്രീ വേർഷനിലാണ് ആ ഒരു പ്രശ്നം കാണുന്നത്. പ്രോ വേർഷനിൽ കമ്പാരിറ്റീവ്ലി ഈ പ്രശ്നം ഇല്ല. കാരണം ഞാൻ നിലവിൽ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോസ്റ്റർ മേക്കിംഗ് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിലൊന്നും മലയാളത്തിൽ ആ മിസ്റ്റേക്ക് വന്നിട്ടില്ല. നമ്മൾ ഫസ്റ്റ് ചെയ്ത പോസ്റ്ററിൽ എനിക്ക് തോന്നുന്നു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഫേസ് മാറ്റം വരാതിരിക്കാൻ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അതിന് മാക്സിമം അതിനോട് പറയാം, ഈ ഫോട്ടോ ഇതേപോലെ തന്നെ വേണം എന്നുള്ള പ്രോംപ്റ്റ് നിങ്ങൾ കൊടുത്താൽ മതി. ഓക്കെ ഓക്കെ, ഈ പോസ്റ്റർ മേക്കിംഗുമായിട്ട് ബന്ധപ്പെട്ടതല്ല സാർ. ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ ഗൂഗിൾ വിഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് അവിടെ സ്ക്രീനിലേക്ക് വരുന്നില്ലല്ലോ. കേട്ടില്ല മാം ചോദിച്ചത് ഒന്നുകൂടെ ചോദിക്കാമോ?
നേരത്തെ ചെയ്ത് ഇപ്പം ഈ ഒരു പോസ്റ്ററിൽ ഈ പ്രീ സ്കൂൾ എന്നുള്ളിടത്ത് ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി, നമുക്ക് ഇതിനോട് നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. എനിക്ക് തോന്നുന്നു അതാണ് നല്ലത് എന്ന് തോന്നുന്നു. ചാറ്റ് ബോർഡിലൂടെ നിങ്ങൾക്ക് കമൻറ്റ് ചോദിക്കാം. ഓക്കെ, ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അഡീഷണൽ പറയാം, ഇതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഇതൊന്നും കൂടി ക്ലിയർ ചെയ്ത് തരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ക്ലിയർ ചെയ്ത് തരാറുണ്ട്. ഓക്കെ, കെൻ യു ഷോ എ ബേസിക് വീഡിയോ മേക്കിംഗ് എന്ന് വെച്ചാൽ കുറച്ച് പറയാനുണ്ട്. നമ്മളതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു സെഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വയ്ക്കാം. നമ്മളെന്തായാലും AI ഒരു ഹ്യൂജ് കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോ സെഷൻസ് വെക്കുന്നുണ്ട്. AI വീഡിയോ മേക്കിങ്ങിൻ്റെ ബേസിക്സ് വേണമെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരു സെഷൻ വെക്കാം, നോ ഇഷ്യൂസ്. നിങ്ങൾക്ക് ഇതിൻ്റെ ശേഷം നമ്മളൊരു ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് ചെയ്യും. ഈ ഒരു സെഷന് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയോ? റിയൽ ആയിട്ട് പറ. ഇഫ് ദിസ് ഹെൽപ്ഫുൾ മേക്ക് യുവർ കമൻറ്റ്സ്. യെസ് ഓക്കെ. ഓക്കെ, വൺ മോർ തിങ് ഞാൻ നേരത്തെ നിങ്ങളോട് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രോംപ്റ്റ് കൊടുക്കാൻ അറിയാത്തവർക്ക് എന്ത് ചെയ്യും, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം നിലവിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ സ്ക്രീന് കാണുന്നുണ്ടോ? യെസ് ഓർ നോ? യെസ് ഓക്കെ, സ്ക്രീന് കാണുന്നുണ്ട്. അപ്പം ഇവിടെ ഈ ഒരു ഓഡിയോൻ്റെ ബട്ടൺ കാണുന്നില്ലേ? ഈ ഒരു ഓഡിയോൻ്റെ ബട്ടൺ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഒരു ഓഡിയോൻ്റെ ബട്ടൺ കാണുന്നുണ്ടല്ലേ? യെസ്, കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓഡിയോൻ്റെ ബട്ടൺ വെച്ചിട്ട് നമുക്ക് പ്രോംപ്റ്റ് കൊടുക്കാതെ ഓഡിയോ രീതിയിൽ നമുക്ക് പ്രോംപ്റ്റ് കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ നേരത്തെ ഇവിടെ എടുത്തു വെച്ച ഈ ഒരു ടെക്സ്റ്റ് നമ്മൾ നേരത്തെ പോസ്റ്റർ നിർമ്മിച്ചല്ലോ, അത് നമ്മൾ ഓഡിയോ വെച്ചിട്ടാണ് മേക്ക് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ഈ ഓഡിയോ ബട്ടൺ ഓൺ ചെയ്ത് എനിക്കൊരു പോസ്റ്റർ നിർമ്മിച്ച് തരാമോ? ഞാൻ കണ്ടന്റ് നിനക്ക് മലയാളത്തിൽ പറഞ്ഞുതരാം. ഗോൾഡൻ സ്കൂൾ, ചങ്ങനാശ്ശേരി, കോഴിക്കോട് ഏറ്റവും മികച്ച പ്രീ സ്കൂൾ, ഇനി ഏറ്റവും കുറഞ്ഞ ഫീസിൽ 2026-27 അഡ്മിഷൻ ഓപ്പൺ, എൻറോൾ നോവോ, ഏജ് 2 to 4 ഇയേഴ്സ്, പ്ലേ സ്കൂൾ അഡ്മിഷൻ ആരംഭിച്ചു 2026-27. താഴെ ഫോൺ നമ്പർ കൊടുക്കുക 94 47 96 95 93. ഓക്കെ, ശേഷം ഞാൻ എന്ത് ചെയ്തു, അത് കൊടുത്ത ശേഷം സിമ്പിളായിട്ട് എൻ്റർ അടിച്ചു. നമുക്ക് റിസൾട്ട് നോക്കിയേക്കാം. അപ്പം ഇനി മുതൽ പോസ്റ്റർ മേക്ക് ചെയ്യണം എന്ന് നിങ്ങൾക്ക് ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഈ ഓഡിയോ ഫംഗ്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് പോസ്റ്റർ മേക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് റിസൾട്ട് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് വെയിറ്റ്. അത് റിസൾട്ട് വരുന്നുണ്ട്. അപ്പോഴേക്കും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു കെൻ ആസ്ക്. നിങ്ങൾ പറഞ്ഞ വിവരങ്ങൾ വെച്ച് ഞാനൊരു പോസ്റ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. മുകളിൽ ഗോൾഡൻ സ്കൂൾ എന്ന സ്കൂൾ പേരും അതിന്റെ താഴെ മലയാളത്തിൽ ഗോൾഡൻ സ്കൂൾ എന്നും. ഇത് കംപ്ലീറ്റ്ലി ഞാൻ ഓഡിയോ കൊടുത്തിട്ടാണ് ഈ ഒരു പോസ്റ്റർ നിർമ്മിച്ചത്. ഓക്കെ, കംപ്ലീറ്റ്ലി ഓഡിയോ കൊടുത്തിട്ടാണ് ഞാൻ പോസ്റ്റർ നിർമ്മിച്ചത്. എൻ്റെ പ്രോംപ്റ്റിങ്ങിൻ്റെ പ്രശ്നം ഇതിലുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇനി ഇൻ കേസ് പ്രോംപ്റ്റ് കൊടുക്കാൻ അറിയില്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഓഡിയോ ഫംഗ്ഷൻ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഓക്കെ, ഓക്കെ അല്ലേ? ഇനി ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, ഇൻ കേസ് നിങ്ങൾക്ക് ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള പോസ്റ്റേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രോംപ്റ്റിൽ കൊണ്ടുവന്നാൽ മതി. പ്രോംപ്റ്റിങ് നിങ്ങൾക്ക് കറക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈലി പ്രൊഫഷണൽസ് ആയിട്ടുള്ള പോസ്റ്റേഴ്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിർമ്മിക്കാൻ സാധിക്കും. ഓക്കെ, ക്വിക്കായിട്ട് നമ്മൾ 1-2 ഡൗട്ട് കൂടി ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, പെയ്ഡ് വേർഷൻ്റെ വിശദമായിട്ട് പറയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. പെയ്ഡ് വേർഷൻ ഇതാണ്. ഇപ്പം നിങ്ങൾ ഇതിൻ്റെ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു കോളേജ് സ്റ്റുഡൻറ്റും ഒരു പ്രൊഫസറും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയില്ലേ? അതേ ലെവലിലാണ് ഇപ്പോൾ ജെമിനൈയിലൊക്കെ ഉള്ള ഫ്രീ വേർഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു PG സ്റ്റുഡൻസിൻ്റെ ഒരു ഇൻ്റലിജൻസ് കപ്പാസിറ്റിയാണ് ഉണ്ടാവുക. എന്നാൽ പ്രോ വേർഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫസറിൻ്റെ ഇൻ്റലിജൻസ് കപ്പാസിറ്റിയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു വ്യത്യാസം എല്ലാത്തിലും ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിലൊക്കെ ഈ വ്യത്യാസം ഉണ്ടാവും. ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുക, ശരിക്കും പറഞ്ഞാൽ നമ്മൾ പെയ്ഡ് വേർഷൻസ് ഉപയോഗിക്കണം. ഫ്രീ വേർഷൻ അല്ല, പെയ്ഡ് വേർഷൻ ഉപയോഗിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഓക്കെ, എക്സാക്റ്റ് കോസ്റ്റ് എനിക്ക് എത്രയെന്ന് അറിയില്ല. ജിയോ യൂസേഴ്സിന്
ജെമിനിയുടെ പ്രോ ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ ജെമിനി പർച്ചേസ് ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് ലാഭമാവുക നിങ്ങളുടെ സിമ്മ് പോർട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാർക്ക് ആർക്കെങ്കിലും ജിയോ സിം ഉണ്ടെങ്കിൽ ആ സിമ്മിൽ നിന്ന് നിങ്ങളുടെ മെയിലിലേക്ക് ആക്ടിവേറ്റ് ചെയ്താലോ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഓക്കെ ഗൂഗിൾ വിഡ്സിൻ്റെ ഡൗട്ടാണ്. മലയാളത്തിൽ സ്ക്രീനില്ല. അത് ഗൂഗിൾ വിഡ്സിൽ ആ പ്രശ്നം നിലവിലുണ്ട്. അതായത് അത് ഈ ശരിക്കും പറഞ്ഞാൽ ആ പ്രശ്നം ജെമിനിയിൽ ആദ്യം ഇമേജ് ക്രിയേഷൻ വന്ന സമയത്ത് ഈ സെയിം പ്രശ്നം ജെമിനിയിൽ ഉണ്ടായിരുന്നു. പിന്നീട് അത് ഇമ്പ്രൂവ് ചെയ്യാണ്. ഒരു മലയാളം തമിഴ് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫോണ്ട് ചില സമയത്ത് വരാറുണ്ട്. അതിപ്പോൾ ഗൂഗിൾ വിഡ്സിൽ വരുന്നുണ്ട്, ചില സമയത്ത് വരുന്നുണ്ട്, ചില സമയത്ത് വരുന്നില്ല. അപ്പോൾ അത് എന്ത് ചെയ്യും, മീൻസ് ഗൂഗിൾ വിഡ്സിൽ അപ്ഡേറ്റ് വരുമ്പോഴായിരിക്കും ആ ഇഷ്യൂ സോൾവ് ചെയ്യുക എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു സെഷന് നമ്മൾ ഇന്ന് ഇവിടെ എൻഡ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലൂടെയും നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൂടെ അറിയിക്കും. അപ്പോൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ മാക്സിമം നിങ്ങൾ സ്റ്റേ ചെയ്യുക. അതേപോലെ തന്നെ നമ്മളുടെ ഒരു കോഴ്സ് ഉണ്ട്, AI വെച്ചിട്ട് എങ്ങനെ പോസ്റ്റർ മേക്ക് ചെയ്യാം എന്നുള്ളൊരു കോഴ്സ് ഉണ്ട്. അതിലൊന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ലിങ്കും ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സി യു ഇൻ ദ നെക്സ്റ്റ് സെഷൻ. അതേപോലെ തന്നെ നിങ്ങളുടെ ഗൂഗിൾ ഫോം ഞാനിവിടെ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. നിങ്ങളുടെ ഫീഡ്ബാക്കും ഗൂഗിൾ ഫോമിലൂടെ അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു ടു ഓൾ.